എന്ത് വേണം? എനിക്ക് തമ്പിയെ ഒന്ന് ഫോണിൽ കിട്ടണം. ഹലോ, ഞാൻ ഘോരയാണ്. ആ ഘോര, എന്താ ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ? എന്റെ വരവ് ഉടനെ ഉണ്ടാവും. ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം സംസാരിക്കാനാണ്. എന്നെ സഹായിക്കാനായി ഞാൻ അവിടേക്ക് അയച്ച ഗഗനെയും വിക്രമനെയും കുറിച്ച് എനിക്കിപ്പോ ഒരു വിവരവുമില്ല. ആ സത്രത്തിലെ മായാജാലക്കാരി അവരെ എന്റെ കാഴ്ചയിൽ നിന്നും മറച്ചു വച്ചിരിക്കുകയാണ്. അവര് ദേവുട്ടിയെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ചതിന് ശേഷം അവർക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല ഘോര. ഞാൻ പലതവണ വിക്രമനെയും ഗഗനെയും വിളിച്ചു നോക്കി, രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. അതൊക്കെ ആ മായാജാലക്കാരിയുടെ സൂത്രമാണ്. പക്ഷെ തമ്പി, ഞാൻ അവിടെ എത്തുമ്പോ ഗഗനും വിക്രമനും എന്റെ ഇടവും വലവും ഉണ്ടാകണം. അവരെ പറ്റി ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ എന്തെങ്കിലും വിവരം ലഭിക്കുമായിരിക്കും. എത്രയും വേഗം അവരെ കണ്ടെത്തി തമ്പിയുടെ നിയന്ത്രണത്തിൽ നിർത്തണം. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ശരി ഘോര. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. എന്താ ഇന്ദുമതി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അതെന്താ, എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്നാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ നീ വന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ആ, കാര്യം ഉണ്ടായിട്ട് തന്നെയാ. അതെ, 2 ദിവസത്തിനുള്ളിൽ അഖിലയുടെ പരീക്ഷ അങ്ങ് കഴിയും. അത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെ തിരുവനന്തപുരത്തേക്ക് വിടാനുള്ള ഏർപ്പാടുണ്ടാക്കണം. എന്താ, നിങ്ങൾക്കത് കേട്ടപ്പോ ഒരു വൈക്ലഭ്യം പോലെ? ഇത്ര ധൃതി പിടിച്ച് അവിടേക്ക് പോണോ ഇന്ദുമതി? പോവണം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി. അതെ, ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ട് പോവാന്ന് നിന്നാലേ ഈ ജന്മത്ത് സാധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേലും കടലിലെ തീരെ ഒതുങ്ങിയിട്ട് വഞ്ചി ഇറക്കാൻ നിൽക്കുന്ന പോലെ ആവും അത്. എത്രയും പെട്ടെന്ന് എനിക്ക് ദേവൂരിയുടെ അടുത്തേക്ക് പോയേ പറ്റൂ. നിങ്ങളിതൊന്നും അറിയുന്നില്ലേ? എവിടുന്നോ മൊരിഞ്ഞു കയറി വന്നൊരു തള്ള ഇപ്പൊ അവളുടെ പോറ്റമ്മ കളിച്ച് നിൽക്കുവാ. എന്റെ സ്ഥാനത്താ അവരിപ്പോ അവിടെ രാജ്ഞ പോലെ വാഴുന്ന. അങ്ങനൊക്കെ ചിന്തിക്കണോ ഇന്ദുമതി? അംബിക കൂടെ ഉള്ളത് ദേവുട്ടിക്കൊരു സഹായാവൂലേ? അതിനേക്കാൾ സഹായമാ ഇതുവരെ അവളെ വളർത്തിയ ഞാൻ അവക്കൊപ്പം നിൽക്കുന്നത്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഇന്ദുമതി സ്ഥിരമായിട്ട് അവിടെ നിന്നാല് ഇവിടെ അഖിലയുടെ കാര്യം ആര് നോക്കും? അവക്ക് മുമ്പോട്ട് പഠിക്കണ്ടേ? അഖിലയുടെ കാര്യം കൂടിയാ ഞാനീ പറയുന്നത്. ഇതുവരെ പഠിച്ചതൊക്കെ മതി. ഇനി അവളെ എത്ര പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അതിന് പറ്റിയൊരു ബന്ധവും നമുക്ക് തപ്പിയെടുക്കണം. അതിപ്പോ പ്രത്യേകിച്ച് തപ്പിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാഗപ്പന്റെ മോൻ കിഷൻ അഖിലയ്ക്ക് പറ്റിയ ചെക്കനല്ലേ? അവര് തമ്മിൽ പരസ്പര ഇഷ്ടത്തിലാ. സുരേന്ദ്രേട്ടാ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? കള്ളന്റെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാനോ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അവൾക്ക് ഇട്ടുമൂടാനുള്ള സ്വർണം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് സന്ദീപിന്റെ കുടുംബം പോലൊരു കുടുംബത്തിൽ നിന്ന് വേണം എന്റെ മോൾക്കൊരു ബന്ധം എടുക്കാൻ. പറ്റിയാൽ സന്ദീപിന്റെ ബന്ധത്തിലുള്ള ഏതെങ്കിലും ചെക്കന്മാരെ തന്നെ കണ്ടുപിടിക്കണം. ഇന്ദുമതി, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട സ്വർണമാ നിന്റെ പക്കലുള്ളത്. അതുകൊണ്ട് സ്വന്തം കാര്യം സുരക്ഷിതമാക്കാൻ ശ്രമിച്ചാലേ മൂകാംബിക ദേവി നമ്മോട് പൊറുക്കില്ല. എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോ നിങ്ങൾ ഇതുപോലെ മുടക്കത്തിനും പറയില്ലേ? അതെ, നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട. ഞാൻ ഏതായാലും ദേവൂട്ടിയുടെ അടുത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങൾ ഇവിടെ ഈ പൂക്കടയും കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഇനി നിങ്ങളോട് പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. അഖിലയുടെ പരീക്ഷ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകും. ആ
ഞാൻ എന്ത് ചെയ്യാനാ മൂകാംബികമ്മേ? ഇവളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് തലേ കയറില്ലല്ലോ എന്റെ മൂകാംബികമ്മേ. എടാ, നീ ഇറങ്ങുന്നില്ലേ? ഇതുവരെ വന്ന സ്ഥിതിക്ക് സ്കൂളിലൊന്ന് കേറിയിട്ട് പോവാം. ഞാനില്ല, അമ്മ പോയാ മതി. ഗുഡ് മോർണിംഗ് ശ്രീകലെ. ആ, ഗുഡ് മോർണിംഗ്. ശ്രീകല എന്താ പതിവില്ലാതെ ഈ നേരത്ത്? ഒന്നും പറയണ്ട മല്ലികെ, ഇവിടെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ വന്നു എന്ന് കേട്ടല്ലോ. ഏതാണ് എന്തൊക്കെയാണെന്നൊക്കെ നേരിട്ടറിയാലോന്ന് കരുതി വന്നതാ. പിന്നെ തമ്പിയേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു എന്റെ ഒരു മേൽനോട്ടം വേണോന്ന്. വാ. അങ്ങനെ അങ്ങ് പോയാലോ? അത് പിന്നെ അത് പിന്നെ എനിക്ക് അവിടെ അതെ, നീ മാനേജറുടെ കസേരയിൽ നേരിലിരിക്കുന്ന കാണുമ്പോ തരാൻ വെച്ച സമ്മാനം അത്. ഇതിപ്പോ നേരിട്ട് തന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ അവിടെ ഒന്നും തരേണ്ട കാര്യമില്ലല്ലോ. എന്താടോ, ഞാൻ തന്ന സമ്മാനം ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എനിക്കിങ്ങ് തിരിച്ചു തന്നേക്ക്. ഓക്കെ, ശരി ശരി, ഞാൻ മര്യാദക്കാരനായിട്ട് ഇരുന്നോളാം. പക്ഷേ ഞാൻ തന്നത് വൈകിട്ട് പിക്കപ്പ് ചെയ്യാൻ വരുമ്പോ തിരിച്ചിങ്ങ് തന്നോണം. ഓക്കെ. എന്തായിരുന്നു കാറിനുള്ളിൽ ഒരു ചുറ്റിക്കളി?